നീ എന്താ മീനു ഈ പറയുന്നത്? നീ വീട്ടിൽ നിന്ന് എന്നെന്നും പറഞ്ഞോണ്ടാ ഇങ്ങോട്ട് വന്നത്? നിന്റെ ഫ്രണ്ട്സിന് കിൻഡർ ജോയ് വേണമെന്നും പറഞ്ഞല്ലേ വന്നത്? അപ്പൊ കിൻഡർ ജോയ് മേടിച്ചാൽ മതി കേട്ടോ. ഈ ലഡു പച്ചലഡു മഞ്ഞ ലഡു എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം കളറ് ചേർത്ത് ഉണ്ടാക്കിയേക്കുന്നതാ. മീനു ഇതേനാ നോക്കിക്കേ, നീ ഈ ഇരിക്കുന്ന നട്ട്സ് കണ്ടോ? നട്ട്സ് ഒക്കെ ഹെൽത്തി ഫുഡാ. ഇത് ഏതെങ്കിലും വേണമെങ്കിൽ ഞാൻ മേടിച്ചിരുന്നു. നിനക്ക് ഇതെന്തെങ്കിലും വേണോ? എനിക്ക് നട്ട്സ് ഒന്നും വേണ്ട അമ്മേ. എനിക്ക് അതെങ്കിലും ഒന്ന് മേടിച്ചു തരോ? എന്റെ പൊന്നു മീനു, നീ ഒന്ന് ബഹളം വെക്കാതെ നിക്ക്. ഞാൻ മേടിച്ചു തരാം. ഏത് ബിസ്ക്കറ്റാ വേണ്ടേ? മാൽക്കിസ്റ്റോ? അത് ഒരെണ്ണം എടുത്തോ. ഇനി വേറെ ഏതെങ്കിലും ബിസ്ക്കറ്റ് വേണോ നിനക്ക്? നിനക്ക് കിൻഡർ ജോയ് വേണോ അതോ ഫ്രൂട്ടി വേണോ? ഫ്രൂട്ടി ഞാൻ മേടിച്ചു തന്നെ പിന്നെ കിൻഡർ ജോയ് മേടിച്ചു തരൂല കേട്ടോ. മീനു, ഇത് രണ്ടൂന്ന് കളറിലൊക്കെ ഇരിപ്പുണ്ടല്ലോ. നിനക്ക് ഇതിൽ ഏതാ വേണ്ടത്? ഞാൻ നോക്കിക്കേ, ഇത് മതിയോ? മീനുട്ടി, നിനക്ക് എത്ര എണ്ണം വേണം ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ട്? നിനക്ക് രണ്ടെണ്ണം വേണ്ട വേറെ? ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിന് എത്രയാ ചേട്ടാ ഇതിന്റെ ക്യാഷ് എന്ന് പറഞ്ഞേ? ചേച്ചി 500. ഓക്കെ, താങ്ക് യു. നിനക്കൊന്ന് ഇങ്ങോട്ട് വന്ന് എടുക്കാൻ പാടില്ലേ മീനു? ഞാൻ ഇവിടെ എന്തോരം ജോലിയിലാന്നറിയാവോ? ചുമ്മാ അങ്ങ് ഇരുന്നോടത്ത് ഇരുന്ന് ഉറക്ക വിളിച്ചു പറയുവാണ് കൊണ്ടുവന്നേ ചെന്നേ. നിങ്ങക്ക് വരാൻ മേലെ ഇങ്ങോട്ടേക്ക്? കിടക്കുന്ന കിൻഡർ ജോയ് അല്ലെങ്കിൽ വേണ്ട, ഇത് നിങ്ങള് ഷെയർ ചെയ്ത് ശരിയാവത്തില്ല. നിങ്ങൾ ആൾക്കുള്ള തമ്മിത്തല ഉണ്ടാക്കും. ഞാൻ തന്നെ ഷെയർ ചെയ്ത് തരാം. എല്ലാവർക്കും രണ്ടെണ്ണം വീതം ഉണ്ട്. 10 മേടിച്ചില്ലായിരുന്നു നമ്മള്. നിങ്ങൾ 5 പേരല്ലേ ഉള്ളൂ. അപ്പൊ ഓരോരുത്തർക്കും രണ്ടെണ്ണം വീതം ഉണ്ട്. നമുക്ക് ആദ്യം ഒരു പിങ്ക് എടുത്തിട്ട് പൊട്ടിക്കാട്ടോ. പിങ്കാണ് ഗേൾസിന്റെ. ഇതിന്റെ രണ്ട് സൈഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വലിച്ചാ മതി. കണ്ടോ? രണ്ട് പൊളിപ്പായില്ലേ ഇത്? ഇതിലാണ് നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഇരിക്കണം. വാ, എന്ത് ടേസ്റ്റാന്നറിയോ ഇതിന്? എനിക്ക് കണ്ടിട്ട് കുത്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തരാട്ടോ. എല്ലാവരും ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ, എന്നിട്ട് പറഞ്ഞു എങ്ങനെയുണ്ടെന്ന്. എനിക്കിഷ്ടായോ? എനിക്കിഷ്ടായി. എങ്ങനെയുണ്ട്? സൂപ്പർ സാധനല്ലേ? നമുക്കിത് എല്ലാവർക്കും കൂടി കഴിക്കാട്ടോ. എനിക്ക് ആ ടോയൊക്കെ പൊട്ടിക്കാൻ കൊതിയാവാ. നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ടോയ് എല്ലാം പൊട്ടിച്ച് നോക്കാം. ബോയ്സിന്റെ ടോയ് ഉണ്ട്, ഗേൾസിന്റെ ടോയ് ഉണ്ട്. നല്ല രസമായിരിക്കും. എനിക്കോടെ കഴിക്കേ. നല്ലതല്ലേ? സൂപ്പർ അല്ലേ? വേഗം കഴിച്ചിട്ട് നമുക്ക് അടുത്ത ടോയ് പൊട്ടിക്കാട്ടോ. ടോയ് പൊട്ടിക്കുമ്പോ എല്ലാവർക്കും വെറൈറ്റി ടോയ്സ് ആയാൽ മതിയായിരുന്നു. ഇതിന്റെ ഉള്ളിൽ എന്തോന്നാ ഇത്? യെല്ലോ കളറിൽ 2 പീസ് ഉണ്ടല്ലോ. വേറൊരു സാധനം ഇതിന്റെ കൂടെ ഇല്ല. പിന്നെ ഉള്ളത് കുറച്ച് പേപ്പർ മാത്രമാണ്. ഇത് എന്നതാ സാധനം? ഇത് ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിക്കാനായിരിക്കും. ഇതിന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. ഇത് ഇതിന്റെ മാനുവലാണ്. ഇത് നോക്കിയിട്ടാണ് നമ്മൾ അത് എന്താ ചെയ്യണ്ടേന്ന് മനസ്സിലാക്കേണ്ടത്. കണ്ടോ? ഇനി അതിന്റെ കൂടെ കിട്ടിയ വേറൊരു സാധനമാണതേ. കണ്ടോ? ഇതുപോലത്തെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന പിക്ചർ ഒക്കെ ഉള്ള ഒരു പേപ്പർ. 2 സൈഡിലും പിക്ചേഴ്സ് ഉണ്ട്. ഒരു സൈഡിൽ എല്ലാം സെയിം പിക്ചേഴ്സ് ആണ്. നമുക്കിതിന്റെ മാനുവല് നോക്കിയിട്ട് നമുക്ക് ചെയ്യാട്ടോ ഇത് എങ്ങനെ ചെയ്യണ്ടേന്ന്. ഇത് ഇങ്ങനെ ഉണ്ടല്ലോ, പ്രസ് ചെയ്ത് വെച്ച് കഴിയുമ്പോ ഒരു ബോക്സ് പോലെ ഉണ്ടല്ലേ, ഒരു കോഴിയുടെ ഒക്കെ ഷേപ്പ്. എന്നിട്ട് അതിലേക്ക് ഈ സ്റ്റിക്കർ അങ്ങോട്ട് പറിച്ച് ഒട്ടിക്കണം. അപ്പൊ അത് നല്ല ഭംഗി ഉണ്ടാവും കാണാന്. അയ്യോ ഗൈസ്, ഇത് കീറിപ്പോയി. നിങ്ങളൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യരുത് കേട്ടാ. കണ്ടാ, ഇപ്പൊ കിട്ടി. കീറിയാലും കുഴപ്പമൊന്നുമില്ല, അത് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ?
ഒരു ഹണീബി പോലെ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെ ആ ബോക്സിലോട്ട് ഒട്ടിച്ചു വെക്കണം, പേസ്റ്റ് ചെയ്ത് വെക്കണം. അവ ബോക്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇല്ലേ? എന്നിട്ട് കണ്ട ബോക്സ് ഞാൻ തുറന്നു. എന്നിട്ട് ഞാൻ ഇനി ഇത് ആദ്യം കിട്ടിയ നമ്മുടെ കൈ കിട്ടിയ പേപ്പർ ഇല്ലേ, അത് തേനാ ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാന്. എല്ലാം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോ ഓരോരോ പേജിൽ കൂടെ ഓരോരോ പിക്ചേഴ്സ്. രസമല്ലേ കാണാൻ, ഡയറി വെക്കും പോലെ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് കാണാന്. നല്ല ക്യൂട്ട് പിക്ചേഴ്സ്. നമ്മളിനി ഗിഫ്റ്റ് ഒക്കെ തുറക്കുമ്പോ ഇങ്ങനെ പൊങ്ങി വരൂലേ, അതേപോലെ നമുക്ക് ഈ ബോക്സിൽ ഇട്ടിട്ട് ഇങ്ങനെ അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാട്ടോ. ഇപ്പൊ ഓക്കെ അടച്ചു വെച്ചില്ലേ? ഇത് വേണ ഞാൻ തുറന്ന് കാണിക്കാട്ടോ. തുറക്കുമ്പോ നോക്കിക്കോട്ടെ നിങ്ങള്. കണ്ട അങ്ങനെ പൊങ്ങി വരും. സർപ്രൈസ്! അതുപോലത്തെ ഒരു ടോയ് ആണ് ഇത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ബ്ലൂ കളർ കിൻഡർ ജോയ് പൊട്ടിച്ചു നോക്കിയാലോ? ഇതിലിത് ഈ സ്പൂണൊക്കെ ഇരിക്കണില്ലേ, അതിലാണ് കേട്ടോ എപ്പോഴും ടോയ് വെച്ചേക്കുന്നത്. ഇതെന്നതാ പറയാത്തെ? അയ്യോ, വലിച്ചു പറക്കി അങ്ങോട്ട്. എന്റെ പൊന്നോ, ഇതിൽ എന്തോരം സാധനങ്ങളാ! ഇത് എങ്ങനെയാണോ ജോയിൻ ചെയ്യേണ്ടത്? കണ്ടാ, 2-3 സാധനങ്ങളുണ്ട് ഇതിന്റെ കൂടെ. നമുക്കിത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊന്ന് നോക്കി പഠിച്ചിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാട്ടാ. കണ്ടാ ഈ സാധനങ്ങളൊക്കെ കണ്ടാ? നിങ്ങൾ കണ്ടാ ഇതൊക്കെ? എത്ര ഐറ്റംസ് ആണെന്നൊക്കെ ഇതിന്? 5 പാർട്സ് ഉണ്ട് ഇതിന്. കണ്ടാ ഇതൊക്കെ എന്തുട്ടാണോ എന്തോ. ഏതായാലും നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. കണ്ട ഫിറ്റ് ചെയ്തു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഇതൊന്ന് പഠിച്ചെടുത്തത്. അതാട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ എങ്ങനെ ഫിറ്റ് ചെയ്യണേന്ന്. ഞാൻ മാനുവല് നോക്കി പഠിച്ച് ഫിറ്റ് ചെയ്ത് എടുത്തു. എങ്ങനെയുണ്ട്? കണ്ടാ ഇതൊരു വണ്ടിയാണ്. ഏതിലൂടെ ഓടുന്ന വണ്ടിയാണോ എന്തോ. അടുത്ത നെക്സ്റ്റ് കിൻഡർ ജോയ് നമുക്ക് പൊട്ടിക്കാം. പറയാങ്ങോട്. നല്ല കളർഫുൾ ഓറഞ്ചും യെല്ലോയും. അയ്യോ, ഇത് ഭയങ്കര ക്യൂട്ടാണ്. ഇത് ഷുവറായിട്ട് ഭയങ്കര ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കണ്ടു, ഇതെന്താ? റാബിറ്റോ, കോഴിയോ? എന്നതാ സാധനം? കോഴിക്കുഞ്ഞ്. ഇത് സിമ്പിളാണ് കേട്ടോ ഫിറ്റ് ചെയ്യാൻ. ഇത് സിമ്പിളാ. ഇതൊക്കെ എന്തുട്ടാണോ എന്തോ. കോഴീനെ മനസ്സിലായി, പക്ഷെ ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ്. നമുക്ക് നോക്കാം. എല്ലാത്തിനും മാനുവൽ ഉണ്ട്, അത് നോക്കി നമുക്ക് ചെയ്താൽ മതി. കാരണം ഇതിനും ഉണ്ട് കുറച്ച് പിക്ചേഴ്സ്. ഇതൊക്കെ ഒട്ടിക്കാനായിരിക്കും. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതിന്റെ മാനുവൽ തുറന്ന് നോക്കട്ടെ. കണ്ടാ, ലാസ്റ്റ് അതേപോലെ ഇരിക്കണം. ഫോട്ടോ കണ്ടോ നിങ്ങള്? ഇതേപോലെ ഇപ്പൊ ഇതിലേക്ക് കൊണ്ടുവരാട്ടാ. ഇപ്പൊ തന്നെ ഞാൻ സടേന്ന് പോയി വരും. കണ്ട ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒട്ടിച്ചു വെച്ചിട്ട് എന്നാ അത് ഒട്ടാത്തെ? ഓ, അത് കറക്റ്റ് കേറിയില്ലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ കേറി. കണ്ട കോഴിക്കുഞ്ഞിനെ ഞാൻ ഓൾറെഡി ആദ്യമേ ഞാനിത് ഫിറ്റ് ചെയ്ത് വെച്ചായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ കോഴിക്കുഞ്ഞിനെ ഇതിലങ്ങ് നിർത്തിയിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. കണ്ടാ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നല്ല ക്യൂട്ട് ആയിട്ടില്ലേ ഇത്? നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ, നല്ല ക്യൂട്ട്. ഇനി നമുക്ക് അടുത്ത കിൻഡർ ജോയ് പൊട്ടിക്കാം. ഇന്ന് കിൻഡർ ജോയ് പൊട്ടിച്ച് ഊപ്പാട് ഇളകുന്നാ തോന്നണേ. ഇതിലിനി എന്തൊട്ട് സർപ്രൈസ് ആണോ എന്തോ. ഇതിങ്ങനെ പറിച്ചങ്ങ് എടുക്കണം കേട്ടോ. നല്ല ബലം പ്രയോഗിച്ച് വലിക്കണം, എന്നാലത് പോരുള്ളൂ. അതോ ദേനാ അടുത്ത പണി വരുന്നുണ്ട്. ഇതിലുണ്ട് ഒരുപാട് പാർട്സ്. ഒരുപാട് പാർട്സ് കാണുമ്പോ എനിക്ക് പേടി. ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. സാരമില്ല, അതിനാണല്ലോ നമുക്ക് മാനുവൽ ഉള്ളത്. ഇങ്ങനെയെങ്കിലും നമ്മുടെ ബുദ്ധി ഒന്ന് പ്രവർത്തിക്കട്ടെ. ഇതൊക്കെ എന്തുകൊണ്ടാണോ എന്തോ. മാജിക് അല്ലായിരുന്നു അത്. കണ്ടാ മാനുവലില് ലാസ്റ്റ് ഫിഗർ കണ്ടായിരുന്നോ? ഇതേപോലെ ആക്കി എടുക്കണം. നമുക്കൊന്ന് നോക്കാം. 1 2 3
വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്തിട്ട് അതിലേക്ക് ചുമ്മാ ഒട്ടിക്കാനേ ഉള്ളൂ. നമുക്ക് നോക്കാം. സ്റ്റിക്കർ കണ്ട, ബട്ടർഫ്ലൈയുടെ സ്റ്റിക്കർ നിങ്ങൾ കണ്ട? എനിക്ക് ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടാ. നല്ല രസമുണ്ട് അല്ലേ? ഇതിനി ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. നല്ല ഭംഗിയുണ്ടാവും ഇത് കാണാന്. മാനുവൽ വേണമെങ്കിൽ കണ്ടോ, സിമ്പിൾ ആണ്. എന്നാലും നിങ്ങൾ കണ്ടോ, അതേനെ മാനുവൽ കണ്ട കണ്ട. ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. പക്ഷെ ഡോളൊന്നും ഇതിലില്ല കേട്ടോ, ആ ബട്ടർഫ്ലൈ മാത്രമേ ഉള്ളൂ ഇതില്. സിമ്പിൾ ആയിട്ട് ഞാൻ പെട്ടെന്ന് ഒട്ടിച്ചെടുത്തു. കണ്ടോ, ആ ഡോളിന്റെ ഒക്കെ സ്റ്റിക്കറാണത്. കണ്ടോ കണ്ടോ. ഇനി നമുക്ക് അടുത്ത കിൻഡർ ജോയ് പൊട്ടിക്കാം. ഇന്ന് കിൻഡർ ജോയ് പൊട്ടിച്ച് എന്റെ എല്ലാ കൊതിയും മാറും. എന്നാലും എനിക്ക് ഇഷ്ടമാണ് കേട്ടാ. ഇതും ബ്ലൂ കളർ എന്താണല്ലോ, ഇതെന്നതാ ഇത്? ഹെയർ പിന്നോ, തലയിൽ കുത്തുന്ന പിന്നാണത്. അതേന്നാണ് ഗൈസ് തോന്നുന്നത്. ഇത് പിന്നെ തന്നെയാണ് കേട്ടോ. ഇതിലും ബട്ടർഫ്ലൈയോ? ഇതെന്താ രണ്ട് ബട്ടർഫ്ലൈ ആയാലോ? ബട്ടർഫ്ലൈയുടെ ചിറക് നല്ല രസമുണ്ട്. എനിക്ക് ബ്ലൂ ഇഷ്ടമായതുകൊണ്ടാണോ? എല്ലാം ബ്ലൂ ആണല്ലോ. അതില് രണ്ട് ബട്ടർഫ്ലൈ ഉണ്ട്. യെല്ലോ കളർ ബട്ടർഫ്ലൈ ഉണ്ട്. മാനുവലിൽ നമുക്ക് നോക്കാട്ടെ എന്നാ ചെയ്യണ്ടേന്ന്. ഇതില് എന്നതാ പറഞ്ഞിരിക്കുന്നേ? കണ്ടോ, ആ ബട്ടർഫ്ലൈയുടെ ചിറക് അതിലോട്ട് ഒട്ടിക്കാനുള്ളതാ. എന്നിട്ട് വേണം യെല്ലോ കളർ ബട്ടർഫ്ലൈനെ ഒട്ടിക്കാൻ. കണ്ടോ, എന്ത് രസാ. കണ്ടോ, മുടിയിലൊക്കെ നമുക്ക് കെട്ടിയിട്ട് സ്കൂളിലൊക്കെ പോവാം. നല്ല രസമുണ്ട്. ബ്ലൂ കളർ ഡേക്കൊക്കെ ഇത് വെച്ചിട്ട് ഞാൻ ഇനി സ്കൂളിൽ പോണത്. സൂപ്പർ. ഇനി അടുത്തത് എന്താണ് നമുക്ക് നോക്കാട്ടോ. ഇനിയുണ്ട് ഒരു 3 എണ്ണം കൂടി. ഇത് കഴിഞ്ഞാല് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും അടുത്തത് ഇത് ബ്ലൂ കളർ അല്ലേ, അപ്പൊ ഇത് ബോയ്സിന്റെ ഒക്കെ വണ്ടികളാ. എന്താ ബോയ്സിന്റെ വണ്ടികൾ മാത്രമാണ് ഇഷ്ടമുള്ളൂ? കണ്ടോ, ഇതില് എത്ര പാർട്സ് ഉണ്ട്? 1 2 3 പാർട്സ് ഉണ്ട്. ഇത് എന്തുട്ട് വണ്ടിയാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഞാൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വണ്ടിയൊന്നും കണ്ടിട്ടില്ല. രസമുണ്ട്. ഏതായാലും നമുക്ക് ഇതിന്റെ മാനുവൽ നോക്കിയിട്ട് ഫിറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ കുളമാകും ഇത് മിക്കാറും. മാനുവല് നോക്കി ഫിറ്റ് ചെയ്യാം, പറയാതെ ബുക്ക് ചെയ്യാനായി പോയായിരുന്നു. മാനുവല് നോക്കി ഫിറ്റ് ചെയ്യാം, മാനുവല് നോക്കി ഫിറ്റ് ചെയ്യാം. എങ്ങനെയാണ് പിടികിട്ടി. ഇപ്പൊ ചെയ്തുതരാട്ടോ, ഇപ്പൊ ചെയ്തോണ്ടുവരാം. നിങ്ങൾ നോക്കിയിരുന്നവിടെ ഇപ്പൊ ശരിയാവും. ആ സാധനം വേണം, ആവണം. കണ്ടോ, മാജിക്കാണ്. ഞാൻ പെട്ടെന്ന് ആക്കി തരും. കണ്ടോ കൂട്ടുകാരെ, കണ്ടോ. ഇത് യുദ്ധത്തിന് പോണ വണ്ടിയാണ്. യുദ്ധത്തിന് പോണ വണ്ടിയിലെ റബ്ബർ ബാൻഡ്. നമുക്ക് ഇനി അടുത്തത് നോക്കാം. ഇത് ഗേൾസിന്റെ ആണ് കേട്ടോ, പിങ്ക് കളർ. ഇത് പൊട്ടിച്ചിട്ട് ഇതിലെന്തായിരിക്കും എനിക്ക് തുറക്കാൻ കൊതിയാവണം. ഗേൾസിന്റെ കാണാൻ ക്യൂട്ടായിട്ടുള്ളത്. ഇതും ബ്ലൂ. എല്ലാം ബ്ലൂ ആണല്ലോ ഇന്ന്. ഇത് റാബിറ്റ് ആണ്. കണ്ടാൽ തന്നെ അറിയാം ഇത് റാബിറ്റ് ആണ്. ഇതെന്തുട്ട് സാധനം? ഹെഡ്സെറ്റോ? റാബിറ്റിന്റെ തല, ഹെഡ്. ഇതാണ് റാബിറ്റിന്റെ ബാക്ക് വശം. ഇതെന്നെ മോതിരോ? റാബിറ്റ് എന്നെ മോതിരോടോ? നമുക്ക് നോക്കാട്ടോ മോതിരാണോ എന്ന്. ചളിയും പോയി. ഇതിന്റെ മാനുവൽ ഒന്ന് നോക്കട്ടെ, അത് മോതിരാണോ എന്നാണെന്നൊന്ന് മനസ്സിലാക്കണമല്ലോ. പെട്ടെന്ന് തുറക്കൂ മക്കളെ. ഇതുണ്ടല്ലോ, മോതിരമായിട്ടും ഉപയോഗിക്കാം, പിന്നെ റാബിറ്റിന്റെ തലയിൽ ക്രൗൺ ആയിട്ടും വെക്കാട്ടോ നമുക്ക്. കണ്ടോ, ഞാൻ ഫിറ്റ് ചെയ്ത് കണ്ടോ. നല്ല രസമുള്ള റാബിറ്റ്. അവനക്കൊരു ക്രൗണും കൂടി വെച്ചെടുക്കാം. അവിടെ നമുക്ക് അവനെ സുന്ദരനാക്കി എടുക്കാം. സുന്ദരൻ. ഓക്കെ,
ഓറഞ്ച് കളർ ബോക്സ്. ഇതിൽ കുറെ പേപ്പറുകളൊക്കെ ഉണ്ടല്ലോ. ഇത് എന്നതാണ്? നമുക്ക് നോക്കാട്ടോ ഇത് എന്നതാണെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എന്നതാ സാധനം? ബോക്സ് ആണ്. അതെ, ബോക്സ് തന്നെയാണ്. എന്നാലും എനിക്ക് ബുദ്ധിയുണ്ട്. ബോക്സ് ആണ്, ബോക്സ് ആണ്. സൂപ്പർ ബോക്സ്. സ്വർണ്ണപ്പെട്ടി പോലെ ഉണ്ട്. ഇനി നമുക്ക് അതെന്തൂട്ടാന്നൊക്കെ നോക്കാം. ഇതെന്നതാ? ഇത് എനിക്ക് തോന്നുന്നു ഡൈസ് ആണെന്ന് തോന്നുന്നു കേട്ടാ. ഇതെന്തോ ഒരു ഗെയിമാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തോ ഗെയിം കളിക്കാന്ന് തോന്നുന്നു. മാനുവലിൽ നോക്കിയാൽ നമുക്ക് എന്താന്ന് മനസ്സിലാകും. ഇതെനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ബോക്സ് ഒട്ടിക്കണത് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലായി. കണ്ടോ ഗെയ്സ്, അവിടെ ഒരു കളി കാണിച്ചിരിക്കുന്നത് ഗെയിം. ഇതാണ് ബോർഡ്. ഈ ബോർഡില് ആ ഡൈസ് വെച്ചിട്ട് വേണം കളിക്കാന്. എനിക്ക് കിട്ടി, എനിക്ക് മനസ്സിലായി. ഇത് ആ ബോക്സിൽ ഒട്ടിച്ച് ബോക്സിനെ സുന്ദരനാക്കിയതാ. കണ്ടോ, ഇപ്പൊ സുന്ദരൻ ബോക്സ് ആയില്ലേ? അത് പ്ലെയിൻ ബോക്സ് ആകുമ്പോ ഇപ്പൊ നല്ല ക്യൂട്ട് ബോക്സ് ആയി. അപ്പൊ അതിന്റെ ഉള്ളിൽ ഞാൻ ആ മാജിക് ഒക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി പൊട്ടിക്കാം. ലാസ്റ്റ് ഉള്ളതാണ്. എല്ലാം തീർന്നു കേട്ടോ ഗൈസ്. കൂട്ടുകാരെ, ഇതിലെന്താണെന്ന് നോക്കാം. പെട്ടെന്ന് പൊട്ടിക്കൂ, പെട്ടെന്ന് പൊട്ടിക്കൂ, പെട്ടെന്ന് പൊട്ടിക്കൂ, പെട്ടെന്ന് പൊട്ടിക്കൂ, പെട്ടെന്ന് പൊട്ടിക്കൂ, പെട്ടെന്ന് പൊട്ടിക്കൂ. എന്നാ പൊട്ടാത്തെ? ഇതെന്തുവാ ഇത്? നിങ്ങൾ പൊട്ടിക്കൂ. ഇതാണ്. ഇതെന്തുട്ടാ? കമ്പനി കമ്പനി കമ്പനി. ഒന്നും മനസ്സിലായില്ല കൂട്ടുകാരെ. ഇത് എന്തുട്ടത്? കാലം ചളിയും പോയി. ഇതെന്തോ ഒരു കണ്ണ്. ഇത് രണ്ടാമത്തെ കണ്ണ്. രണ്ട് കണ്ണുള്ള ജീവിയാണെന്ന് മനസ്സിലായി. അതെന്താന്ന് മനസ്സിലായേ ഇല്ല. ഇത് എന്നതാ സാധനം? ഇതെന്തുട്ടാ സാധനം? പോത്തോ? ഒരു സ്റ്റിക്കറും ഉണ്ട് ഒട്ടിക്കാൻ. മാനുവലിൽ നോക്കാം, അപ്പൊ നമുക്ക് മനസ്സിലാവും എന്നതാ സാധനം എന്ന്. എന്തുട്ടാണത്? ഡൈനോസർ ആയിരുന്നാ? എനിക്ക് തീരെ ബുദ്ധിയില്ല. അത് ഡൈനോസറിന്റെ കണ്ണായിരുന്നു കൂട്ടുകാരെ. നിങ്ങളെ ഞാനിപ്പോ കടിച്ചിനും. നിർത്താൻ നോക്കാട്ടെ നമുക്ക്. കൂട്ടുകാരെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ടോയും കിൻഡർ ജോയുടെ മിഠായിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോയ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. നമുക്കിനി അടുത്ത ദിവസം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കളിക്കാം.